ഒരു 2 മാസം മുമ്പ് ഈ അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ കിടിലൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ ദാ ഇങ്ങനെയാണ്. പലയിടത്തും മാലിന്യം നിറഞ്ഞു നിൽക്കുകയാണ്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം, നമുക്ക് കണ്ടാലൊക്കെ അറപ്പ് തോന്നുന്ന വിധത്തിൽ അത്രത്തോളം വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്, ഈ വിമാനത്താവളത്തിന് സമാനമായ സൗകര്യത്തോടെയൊക്കെ ആരംഭിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് എന്നുള്ളൊരു വാക്ക്, അതൊക്കെ പാടെ ഇല്ലാതായിരിക്കുകയാണ്. അതാ ഇതാണ് അവിടുത്തെ അവസ്ഥ. क्या बताया जाए, ऐसी ऐसी चीजें अब देखने को मिल रही है। तो अभी देखिए, हो सकता है साफ सफाई वगैरह करे। देखिए इधर ये प्रसादन है, इधर देखिए ये आए थे आपको फेज 2 का वर्क दिखाने, और क्या क्या मतलब दिख रहा जा रहा है। चलिए फेज 2 का वर्क जल्दी ही स्टार्ट होगा। इसके नीचे क्या होता है आप देखिएगा, हम तो बाद में देखेंगे। അനൂപ് ദാസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അനൂപെ, 2 മാസം മുൻപ് നമ്മൾ കണ്ട റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എങ്ങനെയാണ്? വളരെ വ്യത്യാസമുണ്ട്. വെറും 2 മാസമായിട്ടേ ഉള്ളൂ. എത്രത്തോളം വൃത്തികേടാക്കാമോ അതുവരെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വൃത്തിയാകാം. മനുഷ്യന്മാരല്ലേ, ഒരു സാമാന്യ ബോധമൊക്കെ ഉണ്ടാവണ്ടേ? 2 കാര്യമാണ്. ഒന്ന്, ഈ വേസ്റ്റ് മാലിന്യം കൊണ്ട് തള്ളുന്ന ആ ആളുകൾ ഉറപ്പായും ശ്രദ്ധിക്കണം. അതിനൊക്കെ കൃത്യമായ സ്ഥലം വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ആലോചന വേണം, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ റെയിൽവേ സ്റ്റേഷൻ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 2 കൂട്ടരും ശ്രദ്ധിച്ചില്ല എന്നതാണ് ഇതിന്റെ പ്രശ്നം. എന്തായാലും ഒരു വലിയ തുക ചിലവാക്കി ഒരു റെയിൽവേ സ്റ്റേഷനോ അതല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനം സാധ്യമാക്കുമ്പോൾ അത് കുറെ കാലത്തേക്ക് മെച്ചപ്പെട്ട നിലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അതിന് നമ്മളത് ഉപയോഗിക്കുന്ന ആളുകളും ഇത് സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകളും ഒക്കെ അതിൽ കുറ്റക്കാരായിട്ടുണ്ട്. അവരുടെ വീഴ്ചയാണ് എന്നതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഈ സംഭവം നടന്ന ശേഷം, അതായത് ഈ ദൃശ്യങ്ങൾ ഒരാൾ പകർത്തി ട്വിറ്ററിലൂടെയും ഒക്കെ പ്രചരിപ്പിച്ച ശേഷം റെയിൽവേ ഇടപെട്ടിട്ടുണ്ട്. റെയിൽവേ ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചു. വിശദീകരണം തൃപ്തികരമല്ല എന്ന് മനസ്സിലായതിനെ തുടർന്ന് 50,000 രൂപ പിഴയിട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ റെയിൽവേ തന്നെ ഇതിന്റെ ക്ലീൻ ആക്കിയ, സ്ഥലമെല്ലാം വൃത്തിയാക്കിയ കുറെ ദൃശ്യങ്ങൾ എക്സിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട്.